കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ CBSEയുടെ ഹിസ്റ്ററിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറയുന്ന പാഠഭാഗമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു ഫ്രെഡറിക് സോറിയോ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ആർട്ടിസ്റ്റാണ്. അദ്ദേഹം വരച്ച ഒരു ചിത്രമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അതിൻ്റെ പേര് ദ ഡ്രീം ഓഫ് വേൾഡ് വൈഡ് ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യൽ റിപ്പബ്ലിക് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഉട്ടോപ്യൻ മിഷനാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഒരിക്കലും എല്ലാ രാജ്യങ്ങളും സമത്വ സുന്ദരമായിട്ടുള്ള രാജ്യങ്ങളായിരിക്കണം എന്നൊക്കെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളുള്ളൊരു സംവിധാനമായിരിക്കണം എന്നൊക്കെ തരത്തിലുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു അതിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഉട്ടോപ്യൻ വിഷനാണ്, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത നല്ലൊരു വിഷനാണ് എന്ന് നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ അതിൽ പങ്കെടുത്ത രാജ്യങ്ങൾ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി, കൂടാതെ എന്താണ് മോഡേൺ സ്റ്റേറ്റ്, എന്താണ് നാഷൻ സ്റ്റേറ്റ് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ. നമുക്കറിയാം, ലോകത്തിൽ മൊത്തത്തിൽ സ്വാധീനം ചെലുത്തിയൊരു വളരെ വലിയൊരു സംഭവമായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ. 1789 ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം നാഷൻ അല്ലെങ്കിൽ ദേശം എന്നുള്ളൊരു ഐഡിയ എങ്ങനെയാണ് ഫ്രാൻസിലും അതേപോലെ തന്നെ യൂറോപ്പിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആയത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. ഹലോ എവരി വൺ, വെൽക്കം ടു തോട്ട്സ് ആൻഡ് ആൽഫബറ്റ്സ്. The French Revolution and the idea of the nation. The first clear expression of a nationalism came with the French Revolution in 1789. France, as you know, would remember, was a full-fledged territorial state in 1789 under the rule of an absolute monarch. ഇവിടെ പറയുന്നത് ഈ ദേശീയതയുടെ, നാഷണലിസത്തിൻ്റെ ഫസ്റ്റ് ക്ലിയർ ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ളൊരു എക്സ്പ്രഷൻ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഫ്രഞ്ച് റവല്യൂഷനോട് കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഡേറ്റ്, ഫ്രഞ്ച് റവല്യൂഷൻ ഡേറ്റ് അവിടെ ഒന്ന് പഠിക്കേണ്ടതുണ്ട്. 1789 ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ഈ റവല്യൂഷൻ്റെ സമയത്താണ് ദേശീയത എന്ന് പറയുന്ന ഈ ഫീലിങ്ങിൻ്റെ ഒരു കറക്റ്റായിട്ട് വ്യക്തമായിട്ടുള്ള എക്സ്പ്രഷൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തിന് വേണ്ട എല്ലാ ഫാക്ടേഴ്സും ഉള്ള ഒരു രാജ്യമായിരുന്നു ഫ്രാൻസ്. പക്ഷെ അവിടെ ഭരിക്കുന്നത് ഒരു ജനാധിപത്യ ഗവൺമെൻറ് ആയിരുന്നില്ല, ഒരു മൊണാർക്കായിരുന്നു, രാജാവാണ് അവിടെ ഭരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വംശത്തിൻ്റെ പേര് ബോർബോൺ ഡൈനാസ്റ്റി എന്നുള്ളതാണ്. അപ്പോൾ ബോർബോൺ ഡൈനാസ്റ്റിയിലുള്ള രാജാക്കന്മാർ ഭരിക്കുന്ന ഒരു രാജ്യമായിരുന്നു ഫ്രാൻസ് റവല്യൂഷന് മുമ്പ്. The political and constitutional changes that came in the wake of the French Revolution led to the transfer of sovereignty from the monarchy to the body of French citizens. ഈ സെൻറ്റൻസ് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്, കാരണം അത് ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ കഴിഞ്ഞപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് രാഷ്ട്രീയപരമായിട്ടും ഭരണഘടനാപരമായിട്ടും ഫ്രാൻസിൽ നടന്നത് എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ഓർക്കേണ്ട പോയിന്റ്. അവിടെ ഒരു കൈമാറ്റം നടക്കുന്നുണ്ട്. ദ ട്രാൻസ്ഫർ ഓഫ് സോവർണിറ്റി പറഞ്ഞാൽ പരമാധികാരം. പണ്ട് രാജാവ് മാത്രം കൈയാളിയിരുന്ന രാജ്യത്തിൻ്റെ അധികാരങ്ങൾ മൊത്തത്തിൽ എങ്ങോട്ട് പോകുന്നു? അത് രാജ്യത്തെ ജനങ്ങളുടെ കയ്യിലേക്ക്, ഫ്രാൻസിലെ ജനങ്ങളുടെ കയ്യിലേക്കാണ് ഈ റവല്യൂഷന് ശേഷം ഫ്രാൻസിൻ്റെ അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ പൊളിറ്റിക്കൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് ദാറ്റ് കെയിം ഇൻ ദ വേക്ക് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ led to the transfer of sovereignty, പരമാധികാരത്തിൻ്റെ കൈമാറ്റം, ഫ്രം ദ മൊണാർക്കി ടു ദ ബോഡി ഓഫ് എ ഫ്രഞ്ച് സിറ്റിസൺ. ഇപ്പോൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമിതിയുണ്ട്, അതിലേക്കാണ് ഈ അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഫ്രഞ്ച് റവല്യൂഷന് ശേഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദ റവല്യൂഷൻ പ്രൊക്ലൈംഡ് ദാറ്റ് ഇറ്റ് വാസ് ദ പീപ്പിൾ ഹു വുഡ് ഹെൻസ് ഫോർത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ദ നാഷൻ ആൻഡ് ഷേപ്പ് ഹിറ്റ്സ് ഡെസ്റ്റിനി. അപ്പോൾ അതിൽ ഇപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് നമ്മൾ ഓൾറെഡി അധികാര കൈമാറ്റം കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഈ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണ് എന്നാണ് ഈ ആദ്യത്തെ പാരഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ദ റവല്യൂഷൻ പ്രൊക്ലെയിംഡ് ദാറ്റ് ഇറ്റ് വാസ് ദ പീപ്പിൾ ഹു വുഡ് ഹെൻസ്ഫോർത്ത്
കോൺസ്റ്റിറ്റ്യൂട്ട് ദ നാഷൻ ആൻഡ് ഷേപ്പ് ഇറ്റ്സ് ഡെസ്റ്റിനി. ഇനി രാജ്യത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്നത് ഇവിടുത്തെ ഫ്രാൻസിലെ ജനങ്ങളായിരിക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ നടന്ന വർഷം 1789. അതിനുശേഷം നടന്ന പ്രധാനപ്പെട്ട മാറ്റം എന്താണ്? ദ ട്രാൻസ്ഫർ ഓഫ് സോവറനിറ്റി ഫ്രം ദ മൊണാർക്കി ടു ദ ബോഡി ഓഫ് സിറ്റിസൺ. പ്രധാനപ്പെട്ട മാറ്റം നടന്നതാണ് അധികാരം രാജാവിൽ നിന്ന് ജനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ഈ 3 കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫ്രാൻസിൽ റവല്യൂഷൻ നടക്കുന്നു, അപ്പം അതിനുശേഷം അധികാര കൈമാറ്റം നടക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ഒരു രാജ്യത്തൊരു റവല്യൂഷൻ നടക്കണമെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് എന്താണ് റവല്യൂഷൻ, എന്താണ് ഈ മൊണാർക്കി, എന്താണ് ഓട്ടോക്രസി, എന്താണ് മാറ്റം, എന്താണ് റവല്യൂഷൻ, എന്നീ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ധാരണയുള്ള കുറച്ച് ആൾക്കാർ വേണം. അപ്പോൾ ഫ്രാൻസിലും സ്ഥിതി വ്യത്യസ്തമല്ല. കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫിലോസഫേഴ്സ് ആയിട്ടുള്ള കുറേ വ്യക്തികൾ ഫ്രാൻസിലുണ്ട്. അപ്പോൾ ഫ്രാൻസിൽ അതുവരെ നിലനിന്നിരുന്ന ഈ ദുർഭരണം, ഈ ബോർബോൺ ഡൈനാസ്റ്റിയുടെ ദുർഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഈ കുറച്ച് ആൾക്കാരുടെ ഉള്ളിൽ മാത്രം ഈ റവല്യൂഷണറി ഐഡിയാസ് ഉണ്ടായാൽ പോരാ. അവർക്ക് മാത്രം ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഈ റവല്യൂഷൻ വിജയിപ്പിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ഒരു രാജ്യത്തിൻ്റെ റവല്യൂഷൻ വിജയിപ്പിക്കണമെങ്കിൽ അവിടുത്തെ കോമൺ പീപ്പിളിൻ്റെ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പിന്തുണ ഇവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്രാൻസിലെ റവല്യൂഷൻ നടത്താൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ പിന്തുണ ഈ റവല്യൂഷണറീസ് നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവരുടെ സപ്പോർട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ നടപടികളാണ് ഈ റവല്യൂഷണറീസ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അടുത്ത പാരഗ്രാഫിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫ്രം ദ വെരി ബിഗിനിങ് ദ ഫ്രഞ്ച് റവല്യൂഷണറീസ് ഇൻട്രൊഡ്യൂസ്ഡ് വേരിയസ് മെഷേഴ്സ് ആൻഡ് പ്രാക്ടീസസ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. വാട്ട് ആർ ദ വേരിയസ് മെഷേഴ്സ് ആൻഡ് പ്രാക്ടീസസ് introduced by the French revolutionaries to create a sense of collective identity among the people എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഇവർ എടുത്ത മെഷേഴ്സ് ആൻഡ് പ്രാക്ടീസസാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ദാറ്റ് കുഡ് ക്രിയേറ്റ് എ സെൻസ് ഓഫ് കളക്റ്റീവ് ഐഡൻറ്റിറ്റി എമംഗ്സ് ദ ഫ്രഞ്ച് പീപ്പിൾ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ദേശീയത ഈ ഫ്രഞ്ച് പീപ്പിളിൻ്റെ ഉള്ളിൽ വളർത്താൻ വേണ്ടിയിട്ട് ഇവർ ചെയ്ത കാര്യങ്ങൾ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിലാദ്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ലാ പാട്രി, ദ ഐഡിയാസ് ഓഫ് ലാ പാട്രി, ദ ഫാദർലാൻഡ് ആൻഡ് ലെ സിറ്റോയൻ, ദ സിറ്റിസൺ. അപ്പോൾ ലാ പാട്രി എന്ന് പറഞ്ഞാൽ ഫാദർലാൻഡ്, നമ്മളൊക്കെ മദർലാൻഡ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ആ സമയത്ത് ഫ്രാൻസിൽ അവർ ഫാദർലാൻഡ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് അവർ യൂസ് ചെയ്യുന്ന ഫ്രഞ്ച് വേർഡാണ് ലാ പാട്രി എന്നുള്ളത്. പിന്നെ ലെ സിറ്റോയൻ എന്ന് പറഞ്ഞാൽ സിറ്റിസൺ, രാജ്യത്തിൻ്റെ പൗരൻ എന്നുള്ള 2 കൺസെപ്റ്റ് അവർ ആദ്യമായിട്ട് കൊണ്ടുവരുന്നു. എന്തിലാണ് ഊന്നിയിരിക്കുന്നത്? ഇറ്റ് എംഫസൈസ് ദ നോഷൻ ഓഫ് എ യുണൈറ്റഡ് കമ്മ്യൂണിറ്റി എൻജോയിങ് ഈക്വൽ റൈറ്റ്സ് അണ്ടർ എ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എന്താണ് ഈ ലാ പാട്രി, ലാ സിറ്റോയൻ എന്നുള്ള ആശയങ്ങൾ കൊണ്ടുവന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്? ഒരു കമ്മ്യൂണിറ്റി, ഒരു സമൂഹം അവരെന്താണ് ചെയ്യുന്നത്? എൻജോയിങ് ഈക്വൽ റൈറ്റ്സ് അണ്ടർ എ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടനയ്ക്ക് കീഴിലുള്ള തുല്യ അവകാശങ്ങളും സ്വാതന്ത്ര്യമൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു ജനസമൂഹം എന്നുള്ള കൺസെപ്റ്റാണ് അവർ ഈ ലാ പാട്രി, ലാ സിറ്റോയൻ എന്നുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നതിലൂടെ അവർ ഈ ജനങ്ങൾക്കിടയിലേക്ക് സ്പ്രെഡ് ചെയ്തത്. പിന്നെ അടുത്ത ഒരു കാര്യമായിട്ട് പറയുന്നത് എ ന്യൂ ഫ്രഞ്ച് ഫ്ലാഗ്. പഴയ ഈ രാജാവിൻ്റെ റോയൽ സ്റ്റാൻഡേർഡിനെയൊക്കെ അവർ ഒഴിവാക്കിക്കൊണ്ട് ഒരു പുതിയ പതാക അവർ ഫ്രാൻസിന് കൊണ്ടുവരുന്നു. ഒരു ട്രൈ കളർ, ബ്ലൂ, വൈറ്റ് ആൻഡ് റെഡ്, ഇതാണ് അതിൻ്റെ ഫ്ലാഗിൻ്റെ കളറ്. അപ്പോൾ ഒരു പുതിയ ഫ്ലാഗ് അവർ കൊണ്ടുവരുന്നുണ്ട്. എ ട്രൈ കളർ വാസ് ചോസൺ ടു റീപ്ലേസ് ദ ഫോർമർ റോയൽ സ്റ്റാൻഡേർഡ്. ഇപ്പോൾ രാജാവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ആ പതാകയൊക്കെ മാറ്റിയിട്ട് ഒരു പുതിയൊരു ട്രൈ കളർ ഫ്ലാഗ് അവർ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് അവർ ചെയ്യുന്നത് ദ എസ്റ്റേറ്റ്സ് ജനറൽ വാസ് ഇലക്റ്റഡ് ബൈ ദ ബോഡി ഓഫ് ആക്റ്റീവ് സിറ്റിസൺസ് ആൻഡ് റീനെയിംഡ് ദ നാഷണൽ അസംബ്ലി. പിന്നെ നമുക്ക് അറിയാം 9th ക്ലാസ്സിൽ പഠിച്ചതാണ് ഫ്രാൻസിൻ്റെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ 3 എസ്റ്റേറ്റുകളാണ് അവിടെ ഉള്ളത്. ക്ലർജി, നോബിലിറ്റി, പിന്നെ കോമൺ പീപ്പിളിൻ്റെ എല്ലാ സാധാരണക്കാരുമുള്ള 3ാമത്തെ എസ്റ്റേറ്റ്. അപ്പോൾ ഈ 3 എസ്റ്റേറ്റുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പ്രധാനപ്പെട്ട മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വരും. അപ്പോൾ
ഇതിനെ നമ്മൾ എസ്റ്റേറ്റ് ജനറൽ, ഈ സമിതിയെ എസ്റ്റേറ്റ് ജനറൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ എസ്റ്റേറ്റ് ജനറലിൻ്റെ പേര് ഇവർ മാറ്റിയിട്ട് നാഷണൽ അസംബ്ലി, ഇനി മുതൽ നാഷണൽ അസംബ്ലി എന്നാണ് അറിയപ്പെടുക എന്നാണ് അവർ പറയുന്നത്. പിന്നെ അവിടെ ആക്റ്റീവ് സിറ്റിസൺസ് എന്നുള്ളൊരു വേർഡ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രാൻസിൽ വോട്ടവകാശം ഉണ്ടായിരുന്ന പ്രോപ്പർട്ടിയുള്ള പുരുഷന്മാരടങ്ങുന്ന ആ സമിതിയാണ് ആക്റ്റീവ് സിറ്റിസൺ എന്ന് പറയുന്നത്. അപ്പോൾ പാസീവ് സിറ്റിസൺ എന്ന് പറഞ്ഞാൽ വോട്ടവകാശം ഇല്ലാത്ത, പ്രോപ്പർട്ടി ഇല്ലാത്ത സ്ത്രീകളൊക്കെ അടങ്ങിയിട്ടുള്ള ബാക്കിയുള്ള ജനങ്ങളെയാണ് ഒരു പാസീവ് സിറ്റിസൺ എന്ന് പറയാം. അപ്പോൾ ഈ ആക്റ്റീവ് സിറ്റിസൺ ആണ് വോട്ടവകാശവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവരാണ് ഈ എസ്റ്റേറ്റ് ജനറലിലേക്ക് ആരാണ് വരേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ എസ്റ്റേറ്റ് ജനറലിൻ്റെ പേര് ആ പഴയ പേര് അവർ മാറ്റിയിട്ട് അതിനവർ നാഷണൽ അസംബ്ലി എന്നുള്ള പുതിയ പേരാണ് ഇനി മുതൽ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇപ്പോൾ ദേശീയത അല്ലെങ്കിൽ കളക്റ്റീവ് ഐഡൻറ്റിറ്റി ഫ്രാൻസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അവരുടെ ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റവല്യൂഷണറി ചെയ്ത കാര്യങ്ങളിലാണ്. ആദ്യത്തെ 4 നമ്മൾ പറഞ്ഞു. 1 ലാ പാട്രി, ലാ സിറ്റോയൻ, എ ന്യൂ ഫ്രഞ്ച് ഫ്ലാഗ്, പിന്നെ ചേഞ്ച് ദ നെയിം ഓഫ് എസ്റ്റേറ്റ് ജനറൽ ഇൻ ടു നാഷണൽ അസംബ്ലി. പിന്നെ അടുത്ത കാര്യമാണ് പറയുന്നത് ന്യൂ ഹൈംസ് വേർ കമ്പോസ്ഡ്. ഹൈംസ് പറയാൻ നമുക്കറിയാം ചെറിയ ചെറിയ പാട്ടുകളാണ്. അപ്പോൾ ദേശീയത തുളുമ്പുന്ന അല്ലെങ്കിൽ രാജ്യത്തോട് സ്നേഹം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള, അപ്പോൾ നമുക്ക് ജനഗണമന, വന്ദേ മാതരമൊക്കെ പോലെ അവർ പുതിയ പുതിയ ദേശഭക്തി ഗാനങ്ങൾ കമ്പോസ് ചെയ്യുന്നു. അത് ജനങ്ങൾ പാടി നടക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സോ ന്യൂ ഹൈംസ് വേർ കമ്പോസ്ഡ്. ദെൻ ഓത്ത്സ് ടേക്കൺ, ജനങ്ങൾ പ്രതിജ്ഞ എടുക്കുന്നു, രാജ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവൻ ത്യജിക്കാൻ പോലും തയ്യാറാണ് എന്നുള്ള തരത്തിൽ അവർ പ്രതിജ്ഞകൾ എടുക്കുന്നു. ദെൻ മാർട്ടിയേഴ്സ് കോമമറേറ്റഡ്. മാർട്ടിയേഴ്സ് പറഞ്ഞാൽ രക്തസാക്ഷികളാണ്. അപ്പോൾ അതായത് ഫ്രാൻസിന് വേണ്ടി പൊരുതി മരിച്ച മുമ്പ് ഉണ്ടായിരുന്ന ജനങ്ങളെ അവർ കോമമറേറ്റ്, അവരെ സ്മരിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇവരുടെ സാക്രിഫൈസുകൾ, ഇവരുടെ ത്യാഗം, ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങൾ കേൾക്കുമ്പോൾ അവർ ഇൻസ്പയർഡ് ആവുകയും ഫ്രാൻസിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരികയും ചെയ്യും എന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഹൈംസ് വർ കമ്പോസ്ഡ്, ഓത്ത്സ് ടേക്കൺ ആൻഡ് മാർട്ടിയേഴ്സ് കോമമറേറ്റഡ്, ഓൾ ഇൻ ദ നെയിം ഓഫ് ദ നാഷൻ. എല്ലാം എന്തിൻ്റെ പേരിലാണ്? രാജ്യത്തിൻ്റെ പേരിലാണ് ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, എ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വാസ് പുട്ട് ഇൻ പ്ലേസ് ആൻഡ് ഫോർമുലേറ്റഡ് യൂണിഫോം ലോസ് ഫോർ ഓൾ സിറ്റിസൺസ് വിത്തിൻ ഇറ്റ്സ് ടെറിട്ടറി. ഇപ്പോൾ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം പാരീസ് കേന്ദ്രമായിട്ട് അവർ കൊണ്ടുവരുന്നു. ഇനി ഫ്രാൻസിനെ ഭരിക്കുന്ന ജനങ്ങളാണ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ഒരു ഗവൺമെൻറ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അവർ കൊണ്ടുവന്നു. ആ ഗവൺമെൻറ് എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ദേ ഫോർമുലേറ്റഡ് യൂണിഫോം ലോസ് ഫോർ ഓൾ സിറ്റിസൺസ് വിത്തിൻ ഇറ്റ്സ് ടെറിട്ടറി. ആ പ്രദേശത്ത് ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഒരേ നിയമം, എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ സമന്മാരാണ് എന്നുള്ള തരത്തിൽ പുതിയ യൂണിഫോം ലോസ് ഒക്കെ അവർ കൊണ്ടുവരുന്നുണ്ട്. അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത് ഇൻറ്റേർണൽ കസ്റ്റംസ് ഡ്യൂട്ടീസ് ആൻഡ് ഡ്യൂസ് വേർ അബോളിഷ്ഡ്. അപ്പോൾ എന്താണ് ഇൻറ്റേർണൽ കസ്റ്റം ഡ്യൂട്ടി? ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ 28 സംസ്ഥാനങ്ങളാണുള്ളത്. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കസ്റ്റം ഡ്യൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരേ രാജ്യത്തുള്ള 2 സ്റ്റേറ്റുകളാണ് ഇത് രണ്ടും. പക്ഷേ ഫ്രാൻസിൽ ആ സമയത്ത് സ്ഥിതി എങ്ങനെയായിരുന്നു? ഒരേ രാജ്യത്തിനകത്ത് തന്നെയുള്ള പല പല പ്രോവിൻസുകളിൽ നിന്ന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡിനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഓരോ സ്റ്റേറ്റിൻ്റെ അതിർത്തിയിലും ഇവർക്ക് ഇതേപോലെയുള്ള കസ്റ്റം ഡ്യൂട്ടീസൊക്കെ കൊടുക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് ഒരു ടിവിയോ മറ്റോ കൊണ്ടുവരുമ്പോൾ നമ്മൾ എയർപോർട്ടിൽ ഈ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കാറുണ്ട്. അത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഇതിൻ്റേതാണ്. പക്ഷേ ഇവിടെ ഒരേ രാജ്യത്തിലുള്ള തന്നെ 2 സ്റ്റേറ്റുകൾക്കകത്ത് ട്രാവൽ ചെയ്യണമെങ്കിൽ പോലും, കച്ചവടം നടത്താൻ പോകണമെങ്കിൽ പോലും ഈ ഇൻറ്റേർണൽ കസ്റ്റം ഡ്യൂട്ടീസ് കൊടുക്കേണ്ടി വന്നിരുന്നു, കസ്റ്റം ഡ്യൂട്ടീസ് ആൻഡ് ഡ്യൂസ്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? അതവർ അബോളിഷ് ചെയ്യുന്നു. അത് ഇനി വേണ്ട എന്ന് പറയും. കാരണം അതൊരു നാഷണൽ യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരതങ്ങനെ ചെയ്യുന്നത്. സോ ഇൻറ്റേർണൽ കസ്റ്റം ഡ്യൂട്ടീസ് ആൻഡ് ഡ്യൂസ് വേർ അബോളിഷ്ഡ് ആൻഡ് യൂണിഫോം സിസ്റ്റം ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് അഡോപ്റ്റഡ്. അടുത്ത പോയിൻ്റാണ് ഒരു ഏകീകൃതമായിട്ടുള്ള അളവ് തൂക്കങ്ങൾ. മറ്റത് ഒരു പ്രദേശത്ത് 50 രൂപയ്ക്ക് 1 കിലോ ആപ്പിൾ കിട്ടുമെങ്കിൽ മറ്റു പ്രദേശത്ത് ഒരു 100 രൂപ കൊടുക്കേണ്ടി വരും. അങ്ങനെ പല തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള അളവ് തൂക്കങ്ങളൊക്കെയായിരുന്നു ഫ്രാൻസിലുണ്ടായിരുന്നത്.
അപ്പോൾ അതിനൊക്കെ മാറ്റിയിട്ട് എല്ലാ പ്രദേശത്തും ഒരേ അളവ് തൂക്കങ്ങളാണ് ഇനി മുതൽ ഉണ്ടാവുക എന്നവർ പറയുന്നു. അപ്പോൾ അവസാനം പറഞ്ഞ 2 പോയിൻറ്റ്സ് ആണ്. ഒന്ന്, ഇൻറ്റേർണൽ കസ്റ്റം ഡ്യൂട്ടീസ് ആൻഡ് ഡ്യൂസ് വെർ അബോളിഷ്ഡ്, എ യൂണിഫോം സിസ്റ്റം ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് വാസ് അഡോപ്റ്റഡ്. പിന്നെ അടുത്ത പോയിൻ്റാണ് റീജിയണൽ ഡയലക്ട്സ്. റീജിയണൽ ഡയലക്ട്സ് പറഞ്ഞാൽ പ്രാദേശിക ഭാഷകൾ, ഭാഷാരീതികൾ. ഓരോ പ്രദേശത്തും വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രാദേശിക ഭാഷകൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ അവർ ഡിസ്കറേജ് ചെയ്തു. അത് വേണ്ട, ഇനി നമുക്ക് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഫ്രാൻസിൻ്റെ ഭാഷയായിട്ട് ഫ്രഞ്ചിനെ നമുക്ക് കൊണ്ടുവരാം. ഇനി എല്ലാവരും ഫ്രഞ്ച് സംസാരിക്കുക. എല്ലാവരും ഒരേ ഭാഷ സംസാരിച്ചാൽ അത് രാജ്യത്തിൻ്റെ ഐക്യത്തിന് അതൊരു എന്താ പറയുക ഗുണമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ റീജിയണൽ ഡയലക്ട്സ് ഒക്കെ ഡിസ്കറേജ് ചെയ്യുകയും ഫ്രാൻസിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഫ്രഞ്ചിനെ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ പാരീസിലാണ് മെയിനായിട്ട് ഫ്രഞ്ച് സംസാരിക്കുന്നത്. അത് അവിടെ മാത്രം പോരാ, രാജ്യത്തിൻ്റെ മറ്റെല്ലാ ഭാഗത്തേക്കും ഇത് സ്പ്രെഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ അവർ ഭാഷയെ കൂടെ ഇതിൻ്റെ ഒരു നാഷണൽ യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു ആയുധമായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ നടപടികളാണ് ഇവർ ചെയ്തത് ദേശീയത ഉണർത്താൻ വേണ്ടിയിട്ട്? ഒന്ന്, ലാ പാട്രി അല്ലെങ്കിൽ ഫാദർലാൻഡ്, ലാ സിറ്റോയൻ ഓർ സിറ്റിസൺ. പിന്നെ ന്യൂ ഫ്രഞ്ച് ഫ്ലാഗ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്, എ ട്രൈ കളർ. ദെൻ ദേ റീനെയിംഡ് നാഷണൽ അസംബ്ലി, ന്യൂ ഹൈംസ് വേർ കമ്പോസ്ഡ്, ഓത്ത്സ് ടേക്കൺ, മാർട്ടിയേഴ്സ് commemorated, a centralized administrative system was put in place, and they formulated uniform laws for all citizens. Then uniform system of weights and measures was adopted, and finally regional dialects were discouraged and French became the common language of the nation. ഈ കാര്യങ്ങളൊക്കെയാണ് ഫ്രാൻസിനകത്ത് നടക്കുന്നത്. പിന്നെ അത് കൂടാതെ ഈ ഫ്രഞ്ച് റവല്യൂഷണറീസ് അവർ വിചാരിക്കുന്നത് ഈ ഫ്രാൻസിൽ മാത്രം പോരാ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കേണ്ടത്. ഈ സ്വാതന്ത്ര്യം, റവല്യൂഷൻ എന്നൊക്കെ പറയുന്നത് ഫ്രാൻസിൽ മാത്രമല്ല, അത് ഫ്രാൻസിന് പുറത്തുള്ള യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കണം, ഈ ആശയങ്ങളൊക്കെ എത്തിക്കണമെന്ന് ഫ്രഞ്ച് റവല്യൂഷണറീസ് വിചാരിക്കുകയാണ്. ദ ഫ്രഞ്ച് റവല്യൂഷണറീസ് ഫർദർ ഡിക്ലെയർഡ് ദാറ്റ് ഇറ്റ് വാസ് ദ മിഷൻ ആൻഡ് ഡെസ്റ്റിനി ഓഫ് ദ ഫ്രഞ്ച് നാഷൻ ടു ലിബറേറ്റ് ദ പീപ്പിൾ ഓഫ് യൂറോപ്പ് ഫ്രം ഡെസ്പോട്ടിസം. ഏകാധിപത്യത്തിൽ നിന്ന് യൂറോപ്പിലെ ജനതയെ മൊത്തത്തിൽ മോചിപ്പിക്കേണ്ടത് ഫ്രാൻസിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് ഫ്രാൻസിലെ റവല്യൂഷണറീസ് വിചാരിക്കുകയാണ്. ഇൻ അതർ വേർഡ്സ്, ടു ഹെൽപ്പ് അതർ പീപ്പിൾ ഓഫ് യൂറോപ്പ് ടു ബിക്കം നാഷൻസ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബാക്കിയുള്ള പ്രദേശങ്ങളും രാജ്യങ്ങളായിട്ട് മാറാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യണം എന്ന് ഫ്രഞ്ച് റവല്യൂഷണറീസ് പറയുന്നു. പിന്നെ അതിനായിട്ട് അവർ ചെയ്ത കാര്യങ്ങളും ഇവരെ ഏതൊക്കെ രീതിയിലാണ് യൂറോപ്പിലെ മറ്റുള്ള ജനങ്ങൾ സ്വീകരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. When the news of the events in France reached the different cities of Europe, students and other members of educated middle classes began setting up Jacobean clubs. അപ്പോൾ ജാക്കോബിയൻ ക്ലബ്സ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് റവല്യൂഷൻ്റെ സമയത്ത് അവിടുത്തെ റവല്യൂഷണറീസ് സെറ്റപ്പ് ചെയ്ത ക്ലബ്ബാണ് ഈ ജാക്കോബിയൻ ക്ലബ്ബ്. അപ്പം റവല്യൂഷൻ്റെ ഭാഗമായിട്ട് വന്നതായതുകൊണ്ട് ഈ ജാക്കോബിയൻ ക്ലബിൻ്റെ ബ്രാഞ്ചുകളൊക്കെ പോലെ തന്നെ ഓരോ വിദേശ രാജ്യങ്ങളിലും അവിടുത്തെ സ്റ്റുഡൻസും അവിടുത്തെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ് പീപ്പിളും അവർ ഇത് സ്ഥാപിക്കാൻ തുടങ്ങി. അതായത് ജാക്കോബിയൻ ക്ലബ്ബ്, ഫ്രാൻസിലെ ജാക്കോബിയൻ ക്ലബിനെ മാതൃകയാക്കിക്കൊണ്ട് മറ്റുള്ള രാജ്യങ്ങളും ഇത്തരത്തിലുള്ള ക്ലബ്ബുകൾ അവർ രൂപീകരിക്കുന്നു. സ്റ്റുഡൻസ് ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദ എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ്സസ് ബിഗാൻ setting up Jacobean clubs. Their activities and campaigns prepared the way for the French armies which moved into Holland, Belgium, Switzerland and much of Italy in 1970. അപ്പോൾ ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള ജാക്കോബിയൻ ക്ലബ്ബുകൾ ഉണ്ടാക്കുക, പിന്നെ സ്വാതന്ത്ര്യം വേണം, റവല്യൂഷൻ വേണം എന്നുള്ള തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടക്കുക, അതൊക്കെ എന്തിന് ഇടവരുത്തി? ഫ്രാൻസിൻ്റെ ആർമിക്ക് വളരെ സുഖകരമായിട്ട് ആ രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടിയിട്ട് അവർ വഴിയൊരുക്കുന്നു. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണത്? ഹോളണ്ട്, ബെൽജിയം, സ്വിറ്റ്സർലാൻഡ് ആൻഡ് മച്ച് ഓഫ് ഇറ്റലി ഇൻ 1790s. With the outbreak of revolutionary wars, the French army began to carry the idea of nationalism abroad. അപ്പോൾ അങ്ങനെ ഈ എന്താ പറയുക യുദ്ധങ്ങൾ അല്ലെങ്കിൽ റവല്യൂഷൻ പല സ്ഥലങ്ങളിലും പുറപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ
ഫ്രഞ്ച് ആർമി ഈ ദേശീയത എന്നുള്ള പറഞ്ഞ ഈ ആശയം യൂറോപ്പിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലേക്കും കൊണ്ടുപോയി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം അടുത്ത പാരഗ്രാഫിൽ നമുക്ക് അവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ നോക്കുന്നത്. പ്രധാനമായിട്ട് നമ്മൾ നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് അടുത്ത പാരഗ്രാഫിൽ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നെപ്പോളിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം 1789 മുമ്പ് ഫ്രാൻസിൽ ഓട്ടോക്രസിയാണ്, ബോർബോൺ ഡൈനാസ്റ്റിയാണ് ഭരിക്കുന്നത്. 1789 റവല്യൂഷന് ശേഷം പിന്നെ ജനങ്ങൾക്കാണ് അവിടെ ഭരണം കിട്ടുന്നത്. അപ്പോൾ ആ ജനങ്ങളുടെ ഭരണത്തിനെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ നെപ്പോളിയൻ. അപ്പോൾ അദ്ദേഹം ഡെമോക്രസീനെ ഡിസ്ട്രോയ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് അവിടെ ഓർക്കാം. So within the wide swath of territory that came under his control, Napoleon set about introducing many reforms that he had already introduced in France. അപ്പം ഇയാൾ പുതിയതായിട്ട് അനക്സ് ചെയ്ത അല്ലെങ്കിൽ കോൺകർ ചെയ്ത ഈ പ്രദേശങ്ങളൊക്കെ അയാൾ എന്ത് ചെയ്തു, പുതിയ പുതിയ മാറ്റങ്ങൾ, റിഫോംസ് ഈ നെപ്പോളിയൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് ഓൾറെഡി ഫ്രാൻസിൽ അദ്ദേഹം നടത്തിയതാണ്. അപ്പോൾ അതൊക്കെ ഈ പുതിയ രാജ്യങ്ങളിലേക്കും അദ്ദേഹം വ്യാപിപ്പിക്കുന്നു. ത്രൂ എ റിട്ടേൺ ഓഫ് മൊണാർക്കി. അപ്പോൾ അതോടെ ത്രൂ എ റിട്ടേൺ ഓഫ് മൊണാർക്കി എന്ന് പറഞ്ഞാൽ ആദ്യം മൊണാർക്കി ആയിരുന്നു, അതിനെ ജനങ്ങൾ തോൽപ്പിച്ചിട്ട് ജനങ്ങളുടെ ഭരണം വന്നു. പക്ഷേ വീണ്ടും ആ ജനങ്ങളുടെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് നെപ്പോളിയൻ അവിടേക്ക് അധികാരത്തിലേക്ക് വരുന്നു. അപ്പോൾ അതാണ് റിട്ടേൺ ഓഫ് മൊണാർക്കി എന്ന് പറയുന്നത്. സോ ത്രൂ എ റിട്ടേൺ ഓഫ് മൊണാർക്കി നെപ്പോളിയൻ ഹാഡ് നോ ഡൗട്ട് ഡിസ്ട്രോയിഡ് ഡെമോക്രസി ഇൻ ഫ്രാൻസ്. അപ്പോൾ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ജനാധിപത്യം, ഫ്രാൻസിലെ ജനാധിപത്യത്തെ തകർത്ത വ്യക്തിയാണ് നെപ്പോളിയൻ. ബട്ട് ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡ് ഹി ഹാഡ് ഇൻകോർപ്പറേറ്റഡ് റവല്യൂഷണറി പ്രിൻസിപ്പിൾസ് ഇൻ ഓർഡർ ടു മേക്ക് ദ ഹോൾ സിസ്റ്റം മോർ റാഷണൽ ആൻഡ് എഫിഷ്യൻറ്റ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ ആരും അവിടെ വെറുക്കുന്നു ഒന്നുമില്ല. കാരണം എന്താ, അദ്ദേഹം ഒരുപാട് റവല്യൂഷണറി ചേഞ്ചസ്, വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഫ്രാൻസിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിൽ, ഭരണ കാര്യങ്ങളിൽ എന്താ പറയുക, അത് അന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള നൂതനമായിട്ടുള്ള മാറ്റങ്ങൾ ഈ നെപ്പോളിയൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഡെമോക്രസിയെ ഇല്ലാതാക്കിയ വ്യക്തിയാണെങ്കിൽ കൂടി ജനങ്ങൾ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം. ബട്ട് in administrative field he had incorporated revolutionary principles in order to make the whole system more rational and efficient. ഇപ്പോൾ എന്തിനായിരുന്നു ഇദ്ദേഹം പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്? ആ ഭരണ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാറ്റങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ് ദ സിവിൽ കോഡ് ഓഫ് 1804. 1804 ഇദ്ദേഹം കൊണ്ടുവന്ന സിവിൽ കോഡ് അല്ലെങ്കിൽ നെപ്പോളിയനിക് കോഡ് എന്ന് പറയും. The Civil Code of 1804, usually known as the Napoleonic Code. ഇപ്പോൾ ഇത് പ്രകാരം എന്തൊക്കെ മാറ്റങ്ങളാണ് അയാൾ നടത്തിയത്? ഡിഡ് അവേ വിത്ത് ഓൾ പ്രിവിലേജസ് ബേസ്ഡ് ഓൺ ബർത്ത്. അപ്പം അവിടെ ജന്മം കൊണ്ട് ചില ആൾക്കാർക്ക് അദ്ദേഹം ഒരു പ്രഭു കുടുംബത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉയർന്ന തലത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഇളവുകൾ, ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ അവർക്ക് എൻജോയ് ചെയ്യാൻ സാധിച്ചിരുന്നു. അപ്പം ഇനി ജന്മം കൊണ്ടുള്ള യാതൊരുവിധ ആനുകൂല്യങ്ങളും ആർക്കും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നെപ്പോളിയൻ അത് അബോളിഷ് ചെയ്യുന്നു. കൂടാതെ ഹി എസ്റ്റാബ്ലിഷ്ഡ് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് സെക്യൂർഡ് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി. അപ്പോൾ എല്ലാ ജനങ്ങളും ഇനി മുതൽ നിയമത്തിന് മുമ്പിൽ സമന്മാരായിരിക്കും എന്ന് പറയുന്നൊരു വളരെ മോഡേൺ ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് ഇത്. അപ്പോൾ അദ്ദേഹം അത് കൊണ്ടുവരുന്നു. കൂടാതെ റൈറ്റ് ടു പ്രോപ്പർട്ടി. ഇപ്പോൾ ഫ്രാൻസിലെ ഒരു പുരോഹിതന്മാർക്കോ അല്ലെങ്കിൽ പ്രഭുക്കന്മാർക്കോ മാത്രമല്ല സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. ഇനി മുതൽ എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ സമന്മാരാണ്. കൂടാതെ എല്ലാ വ്യക്തികൾക്കും പ്രോപ്പർട്ടി സ്വന്തമാക്കാനുള്ള അവകാശം കൂടി ഫ്രാൻസിൽ ഉണ്ടായിരിക്കുമെന്ന് നെപ്പോളിയനിക് കോഡിലൂടെ അല്ലെങ്കിൽ സിവിൽ കോഡിലൂടെ നെപ്പോളിയൻ പറയുന്നു. ഇത് നടന്ന കാര്യമാണ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ രണ്ട് തരത്തിൽ ചോദിക്കാം. ഫ്രാൻസിൽ നെപ്പോളിയൻ കോഡ് കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്താ ചോദിക്കാം. കൂടാതെ വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുവന്ന മാറ്റങ്ങളും ചോദിക്കാം. അപ്പം ഇനി ബാക്കിയുള്ള രാജ്യങ്ങളിൽ എന്താണ് ഈ നെപ്പോളിയനിക് കോഡ് ചെയ്തതെന്നുള്ള കാര്യം അടുത്ത നമ്മൾ പറയുന്നത്. ദിസ് കോഡ് വാസ് എക്സ്പോർട്ടഡ് ടു ദ റീജിയൻസ് അണ്ടർ ഫ്രഞ്ച് കൺട്രോൾ. ഇപ്പോൾ ഫ്രഞ്ച് ഓൾറെഡി ഓക്യുപ്പൈ ചെയ്തതുള്ള ആ രാജ്യങ്ങളിലേക്ക് ഈ നെപ്പോളിയനിക് കോഡ് അവർ എക്സ്പോർട്ട് ചെയ്യുന്നു. കയറ്റുമതി ചെയ്യാനാണ് എക്സ്പോർട്ടിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
This code was exported to the regions under French control in the Dutch Republic, in Switzerland, in Italy, and Germany. നെപ്പോളിയൻ സിംപ്ലിഫൈഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻസ്, ഇതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹം ഈ ഭരണ സിസ്റ്റം എന്താണ് അതൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തു, അതൊന്ന് ലളിതമാക്കി അദ്ദേഹം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജർമ്മനിയിലൊക്കെ കൗണ്ട്ലെസ് ആയിട്ടുള്ള സ്റ്റേറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നമുക്കറിയാം, ഇപ്പോൾ ഇന്ന് 28 സംസ്ഥാനങ്ങളാണ്. അപ്പോൾ ജർമ്മനിയിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര സ്റ്റേറ്റുകളായിരുന്നു ഉണ്ടായത്. അപ്പോൾ അതൊക്കെ അദ്ദേഹം പരസ്പരം കൂട്ടിച്ചേർത്തുകൊണ്ട് ഏകദേശം 39ഓളം സ്റ്റേറ്റുകളാക്കിയിട്ട് കുറച്ച് വരുന്നുണ്ട്. അതാണ് സിംപ്ലിഫൈ ചെയ്യുക എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെപ്പോളിയൻ സിംപ്ലിഫൈഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻസ്. ദെൻ ഹി അബോളിഷ്ഡ് ദ ഫ്യൂഡൽ സിസ്റ്റം. പിന്നെ പണ്ട് മിഡീവൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന ഒരു സിസ്റ്റമായിരുന്നു ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പിരമിഡിൻ്റെ ആകൃതിയിലാണ്. മുകളിലത്തെ നിലയിൽ ഒരു രാജാവായിരിക്കും ഉണ്ടാവുക, അതിന് താഴെ പ്രഭുക്കന്മാർ വരുന്നു, നൈറ്റ്സ് വരുന്നു, പിന്നെ അതിനൊക്കെ താഴെ സെർഫുകൾ വരുന്നു. ഈ തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇവർ സെർഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെക്കടിയുള്ള അടിമകൾ ബാക്കിയുള്ള ഈ സെക്ഷന് വേണ്ടി പണിയെടുക്കേണ്ടി വരും. ചിലപ്പോൾ അതിന് വേജ് കിട്ടും, ചിലപ്പോൾ അതിന് വേജൊന്നും കിട്ടില്ല. അപ്പോൾ അതൊരു വളരെ മോശപ്പെട്ട രീതിയിലുള്ള സിസ്റ്റമായിരുന്നു ഫ്യൂഡലിസം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇത് നിർത്തലാക്കുന്നു. അപ്പോൾ നെപ്പോളിയൻ അബോളിഷ്ഡ് ഫ്യൂഡൽ സിസ്റ്റം ആൻഡ് ഫ്രീഡ് പെസൻസ് ഫ്രം സെർഫ്ഡം. ഇതാണ് സെർഫ്ഡം. ഈ അടിമത്തത്തിൽ നിന്ന് ആ പെസൻസിനെ, കർഷകരെ അദ്ദേഹം മോചിപ്പിക്കുന്നു. ആൻഡ് മെനോറിയൽ ഡ്യൂസ്. മെനോറിയൽ ഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു ഭൂപ്രദേശം, അതിൻ്റെ നടുക്ക് ഒരു കൊട്ടാരം ഉണ്ടായിരിക്കും, ഒരു പാലസ് ഉണ്ടായിരിക്കും, ഒരു പ്രഭുവിൻ്റെ കൊട്ടാരം. അദ്ദേഹത്തിന് ഇഷ്ടം പോലെ അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ടായിരിക്കും. ഇതിലൊക്കെ പണിയെടുക്കാനായിട്ട് ഇഷ്ടം പോലെ സെർഫുകൾ അല്ലെങ്കിൽ അടിമകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അടിമപ്പണി എടുക്കുന്ന ഈ ആൾക്കാർ ഇയാൾക്ക് കൊടുക്കേണ്ട ഡ്യൂസ്, ഇത് ഈ ടോട്ടൽ സിസ്റ്റത്തിൻ്റെ പറയുന്ന പേരാണ് മാനർ. ഓക്കെ, ഇതാണ് മാനർ. ഇപ്പോൾ ഇവിടെ പണിയെടുക്കുന്ന ഈ ആൾക്കാർ ഈ പ്രഭുവിന് കൊടുക്കേണ്ട ഡ്യൂസിനെയാണ് നമ്മൾ മെനോറിയൽ ഡ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്യൂഡൽ സിസ്റ്റവും അതുപോലെ തന്നെ ഈ മെനോറിയൽ സിസ്റ്റവും ആര് റിമൂവ് ചെയ്യുന്നുണ്ട്? നെപ്പോളിയൻ റിമൂവ് ചെയ്യുന്നുണ്ട്. സോ ഫ്രീഡ് പെസൻസ് ഫ്രം സെർഫ്ഡം ആൻഡ് മെനോറിയൽ ഡ്യൂസ്. ഇൻ ദ ടൗൺസ് ഗിൽഡ് റെസ്ട്രിക്ഷൻസ് വേർ റിമൂവ്ഡ്. ഗിൽഡ് എന്ന് പറഞ്ഞാൽ വ്യാപാരികളുടെ സംഘടനയാണ് ഗിൽഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓരോ സിറ്റിയിലും അവിടുത്തെ ഗിൽഡുകൾ ഉണ്ടായിരിക്കും. അവർ പറയുന്ന കാര്യങ്ങളായിരിക്കും മറ്റുള്ള ആൾക്കാർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഫ്രീ മാർക്കറ്റിൻ്റെ ലക്ഷണമല്ല ഈ ഗിൽഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ചില വ്യക്തികളുടെ കയ്യിലായിരിക്കും അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ അതൊരു തെറ്റായിട്ടുള്ളൊരു നടപടി ആയതുകൊണ്ട് തന്നെ നെപ്പോളിയൻ ആ നഗരങ്ങളിൽ നിലനിന്നിരുന്ന ഗിൽഡ് സിസ്റ്റം അദ്ദേഹം നിർത്തലാക്കുന്നു. അപ്പം അവിടെ പറഞ്ഞ വിദേശ രാജ്യങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്തത്? ഒന്ന്, ഹി സിംപ്ലിഫൈഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻസ്, abolished feudal system, freed peasants from serfdom, manorial dues, and in towns, guild restrictions were removed. Then transport and communication system were improved. അടുത്തൊരു കാര്യമാണ് അവിടുത്തെ യാത്രാ സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അദ്ദേഹം ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. പെസൻസ്, ആർട്ടിസൺ, വർക്കേഴ്സ് ആൻഡ് ന്യൂ ബിസിനസ്മെൻ എൻജോയ്ഡ് എ ന്യൂ ഫൗണ്ട് ഫ്രീഡം. അപ്പോൾ ഈ വ്യക്തികൾ അതുവരെ അവർ എൻജോയ് ചെയ്യാത്ത ഈ പുതിയ ഒരു സ്വാതന്ത്ര്യം അവർ എൻജോയ് ചെയ്യണം. സോ ബിസിനസ്മെൻ ആൻഡ് സ്മോൾ സ്കെയിൽ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഗുഡ്സ് ഇൻ പെർട്ടിക്കുലർ ബിഗാൻ ടു റിയലൈസ് ദാറ്റ് ദ യൂണിഫോം ലോ, സ്റ്റാൻഡേർഡൈസ്ഡ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആൻഡ് കോമൺ നാഷണൽ കറൻസി would facilitate the movement and exchange of goods and capital from one region to another. അപ്പോൾ ഈ ബിസിനസ്സുകാരും അതുപോലെ തന്നെ ചെറുകിട നിർമ്മാതാക്കളും ഒക്കെ എന്താണ് വിചാരിക്കുന്നത്? ദേ ബിഗാൻ ടു റിയലൈസ് ദാറ്റ് യൂണിഫോം ലോസ്, സ്റ്റാൻഡേർഡൈസ്ഡ് വെയ്റ്റ്സ്. ഇപ്പോൾ യൂണിഫോം ലോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ നിയമം, സ്റ്റാൻഡേർഡൈസ്ഡ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരേ അളവ് തൂക്കങ്ങൾ, അതുപോലെ തന്നെ ഒരു കറൻസി, ഒരുപാട് കറൻസിയുള്ള സ്ഥലത്തു നിന്ന് ഒരു ഒറ്റ കറൻസിയിലേക്കൊക്കെ മാറുന്നത്. ഇത് ചരക്കുകളുടെയും സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള കൈമാറ്റത്തിന് വളരെ ഗുണകരമാണ് എന്ന് ഈ ബിസിനസ്മെന്നും അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ പ്രൊഡ്യൂസേഴ്സൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഏതൊരു നല്ല കാര്യമായിട്ടുള്ളായാലും അതിന് രണ്ട് വശങ്ങളുണ്ടാവും എന്ന് പറഞ്ഞ പോലെ, പിന്നെ നെപ്പോളിയന്
നെപ്പോളിയനെ ഈ രാജ്യങ്ങളിലെ എല്ലാ വിഭാഗം ജനങ്ങളും ആക്സെപ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. ഹവർ ഇൻ ദ ഏരിയാസ് കോൺകേർഡ് the reactions of the local population to the French rule were mixed. അപ്പോൾ ആ ഇവർ പിടിച്ചടക്കിയ ആ പ്രദേശങ്ങളിൽ ജനങ്ങളുടെ ഒരു അപ്രോച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മിക്സ്ഡ് ആയിരുന്നു. കുറച്ച് ആൾക്കാർക്ക് താല്പര്യമുണ്ട്, കുറച്ച് ആൾക്കാർക്ക് താല്പര്യമില്ല എന്നുള്ള തരത്തിലുള്ള ഒരു മിക്സ്ഡ് റിയാക്ഷൻ ആയിരുന്നു ഇവർക്ക് കിട്ടിയുള്ളത്. ഇനീഷ്യലി ഇൻ മെനി പ്ലേസസ് സച്ച് ആസ് ഹോളണ്ട് ആൻഡ് സ്വിറ്റ്സർലാൻഡ് ആസ് വെൽ ആസ് ഇൻ സർട്ടൻ സിറ്റീസ് ലൈക്ക് ബ്രസൽസ്, മെയിൻസ്, മിലാൻ ആൻഡ് വാർസോ, the French armies were welcomed as harbingers of liberty. അപ്പം തുടക്കത്തിൽ ഇവരെന്നെ ലിബർട്ടി എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യം, ലിബർട്ടിയുടെ ഒരു പ്രവാചകരായിട്ട് അല്ലെങ്കിൽ അതിനെ വിളംബരം ചെയ്യുന്ന അതിന് മുന്നോടിയായിട്ട് ഒക്കെയാണ് കണ്ടിരുന്നത് ഈ ഫ്രഞ്ച് ആർമി വരുമ്പോൾ അവർ വിചാരിക്കുന്നത് സ്വാതന്ത്ര്യം വരുന്നുണ്ട്, നമുക്കവരെ വെൽക്കം ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം ഈ പറഞ്ഞ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഇവരെ ആക്സെപ്റ്റ് ചെയ്തത്. ബട്ട് ദ ഇനീഷ്യൽ എന്തൂസിയാസം പറഞ്ഞാൽ തുടക്കത്തിലെ ആ ഉത്സാഹം സൂൺ ടേൺ ടു ഹോസ്റ്റിലിറ്റി, അത് അനിഷ്ടമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. തുടക്കത്തിലെ ഈ എന്തൂസിയാസം അത് ഇഷ്ടക്കുറവായിട്ട് പിന്നീട് മാറുന്നു. ആസ് ഇറ്റ് ബിക്കേം ക്ലിയർ ദാറ്റ് ദ ന്യൂ അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെൻറ്റ്സ് ഡിഡ് നോട്ട് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് പൊളിറ്റിക്കൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്വാതന്ത്ര്യം. അപ്പോൾ ഇവിടെ ഒരു പുതിയ ഭരണ സംവിധാനം വന്നിട്ടുണ്ട്, ന്യൂ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. പക്ഷേ അതിൽ ജനങ്ങൾക്ക് പൊളിറ്റിക്കൽ ഫ്രീഡം കൂടെ കിട്ടുന്നില്ല. അതും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ ഭരിക്കുന്നത് ആരാണ്? നെപ്പോളിയനും അദ്ദേഹത്തിൻ്റെ ആർമിയാണ് ഈ രാജ്യങ്ങളിൽ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ ജനങ്ങൾക്ക് അവരെ ആര് ഭരിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫ്രീഡം അവർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ആദ്യം ഉണ്ടായിരുന്ന ഈ ഇനീഷ്യൽ എന്തൂസിയാസം മെല്ലെ അവിടെ കുറഞ്ഞു വരികയാണ്. അതിൻ്റെ കൂടെ നെപ്പോളിയൻ 1-2 കാര്യങ്ങൾ കൂടെ തെറ്റായ രീതിയിൽ ചെയ്യുന്നുണ്ട്. അതാണ് അടുത്ത് പറയുന്നത്, ഇൻക്രീസ്ഡ് ടാക്സേഷൻ. അപ്പോൾ ജനങ്ങൾ കൊടുക്കേണ്ട നികുതി പണം ഇയാൾ കൂട്ടുന്നു. ഇൻക്രീസ്ഡ് ടാക്സേഷൻ, ദെൻ സെൻസർഷിപ്പ്, അതായത് എന്ത് കാര്യങ്ങളും അച്ചടിക്കുമ്പോൾ ഇപ്പോൾ നെപ്പോളിയനെതിരെ എന്തെങ്കിലും എഴുതുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യുകയും അത്തരത്തിൽ എന്തെങ്കിലും വിമർശനങ്ങളോ കാര്യങ്ങളോ പത്രത്തിലോ ബുക്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെൻസർഷിപ്പ് അവർ കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മൾ സിനിമയൊക്കെ റിലീസ് ആവുന്നതിന് മുമ്പ് സെൻസർ ബോർഡിലേക്ക് അയക്കും. അപ്പോൾ അതിൽ തെറ്റായ എന്തെങ്കിലും ആശയങ്ങളോ കാര്യങ്ങളോ ഡയലോഗോ ഒക്കെ ഉണ്ടെങ്കിൽ അവരത് കട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യും. അതാണ് സെൻസർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ രാജ്യങ്ങളിലും ഈ സെൻസർഷിപ്പ് നമ്മുടെ നെപ്പോളിയൻ കൊണ്ടുവരുന്നു. ദെൻ ഫോഴ്സ്ഡ് കോൺസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ബലം പ്രയോഗിച്ച് ഫ്രഞ്ച് ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യുക. അതാണ് ഫോഴ്സ്ഡ് കോൺസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എന്തിനാണ് ഈ ആൾക്കാരൊക്കെ കൂട്ടിച്ചേർക്കുന്നത്? യൂറോപ്പിൻ്റെ ഇനിയും ഇയാൾ പിടിച്ചെടുക്കാത്ത പ്രദേശങ്ങളുണ്ട്, അതുകൂടെ ഫ്രാൻസിലേക്ക് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് നെപ്പോളിയൻ ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ ബലം പ്രയോഗിച്ചിട്ട് ഫ്രഞ്ച് ആർമിയിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ജനങ്ങൾക്ക് അവിടെ പൊളിറ്റിക്കൽ ഫ്രീഡം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യം കുറഞ്ഞു വന്നു. Then he increased taxation, censorship, forced conscription into the French army required to conquer the rest of Europe. All seemed to outweigh the advantages of the administrative changes. Outweigh എന്ന് പറഞ്ഞാൽ ഭാരം കൂടുതൽ. അപ്പോൾ ഇയാൾ ചെയ്ത നല്ല കാര്യങ്ങളും ഇയാൾ ചെയ്ത ചീത്ത കാര്യങ്ങളും കൂടിയിട്ട് തൂക്കുമ്പോൾ ഏതിനാണ് വെയിറ്റ് കൂടുതൽ? ജനങ്ങൾ തൂക്കം കൂടുതൽ കാണുന്നത് ഇയാൾ ചെയ്ത നെഗറ്റീവ്സിനാണ്, പോസിറ്റീവ്സിനല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആദ്യം കിട്ടിയിരുന്ന പിന്തുണ ഫ്രഞ്ച് ആർമിക്ക് പിന്നീട് കിട്ടുന്നില്ല. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ഒരു ചിത്രം, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നെപ്പോളിയനെ ഒരു കൊറിയർ ഗൈ ആയിട്ടാണ് കാണിക്കുന്നത്, കൊറിയർ ഓഫ് റെയിൻലാൻഡ്. അപ്പോൾ ജർമ്മനിയിലാണ് റെയിൻലാൻഡ് ഉള്ളത്. അവിടുത്തെ പരാജയത്തിന് ശേഷം നെപ്പോളിയൻ തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന് തെറിച്ചു പോകുന്ന കുറേ ലെറ്റേഴ്സ് കാണാം. അതൊക്കെ ടെറിട്ടറീസാണ്. അദ്ദേഹം പിടിച്ചടക്കിയ ടെറിട്ടറീസ് ഓരോന്നായിട്ട് ഇയാൾക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. അതാണ് ആ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഓരോ ചിത്രങ്ങളും നിങ്ങൾ വായിച്ച് പഠിക്കേണ്ടതുണ്ട്. കാരണം ഈ പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ ഈ ഭാഗത്തു നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഒന്ന്, ഫ്രാൻസിലെ ഈ റവല്യൂഷണറീസ് ജനങ്ങൾക്കിടയിൽ ഈ കളക്റ്റീവ് ഐഡൻറ്റിറ്റി വളർത്താൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ലാ പാട്രി, ലാ സിറ്റോയൻ, ട്രൈക്കളർ,
change the name of the State General to National Assembly, centralized administrative system, formulated uniform laws, and internal custom duties were removed. Then regional dialects were discouraged. French became the national language. അതിനുശേഷം പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തു. ഈ നെപ്പോളിയനിക് കോഡ് പ്രകാരം ജന്മം കൊണ്ട് കിട്ടുന്ന ഒരുപാട് പ്രിവിലേജസ് അദ്ദേഹം നിർത്തലാക്കുന്നു. എല്ലാവരും നിയമത്തിന് മുമ്പിൽ സമന്മാരാണെന്ന് പറയുന്നു. എല്ലാവർക്കും പ്രോപ്പർട്ടി സമ്പാദിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ ആശയങ്ങളൊക്കെ വിദേശത്തുള്ള രാജ്യത്തെ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. അവർ ജാക്കോബിയൻ ക്ലബ്സ് സെറ്റപ്പ് ചെയ്യുന്നു. ആദ്യം ഇവരേനെ ലിബർട്ടീൻ്റെ ഹാർബിഞ്ചേഴ്സായിട്ടാണ് കാണുന്നത്. പിന്നെ അത് ഒരു ഇഷ്ടക്കുറവായിട്ടൊരു ദേഷ്യമൊക്കെ ആയിട്ട് മാറുന്നു. കാരണം നെപ്പോളിയൻ ചെയ്ത കുറേ നെഗറ്റീവ്സാണ് അതിന് കാരണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഈ ഭാഗം വായിക്കാം. ഇതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് പറയുക. ഓക്കെ, അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.